ഹലോ ഫ്രണ്ട്സ്, ലേബർ ലോ 2 വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് അല്ലെങ്കിൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ട് ആയിട്ടുള്ള ഫാക്ടറീസ് ആക്ട് 1948 ആണ് നോക്കാനുള്ളത്. ഫാക്ടറീസ് ആക്ട് 1948 എന്ന് പറയുന്നത് ഒരു നോട്ടബിൾ പീസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷനാണ്. അപ്പോൾ ഇത് ഏതിൻ്റെ അകത്ത് വരുന്നതാണ്? ഫാക്ടറീസ് ആക്ട് ഒരു വെൽഫെയർ ലെജിസ്ലേഷൻ്റെ അകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫാക്ടറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഫാക്ടറീസ് ആക്ടിൻ്റെ അകത്താണ്. ഇനി ഫാക്ടറീസ് ആക്ട് 1948 കോഡിഫൈ സർട്ടൻ മെഷേഴ്സ് ഇൻറ്റൻഡഡ് ഫോർ ദ സേഫ്റ്റി, വെൽഫെയർ ആൻഡ് ഹെൽത്ത് ഓഫ് ദ എംപ്ലോയീസ്. ഇത് എന്തിനാണ് പിന്നെ ഈ ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്, കോഡിഫൈ ചെയ്തിരിക്കുന്നത്? വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സേഫ്റ്റി, വെൽഫെയർ, ഹെൽത്ത് ഇതൊക്കെ കോഡിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയാണ് ഫാക്ടറീസ് ആക്ട് 1948 കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അതുപോലെ തന്നെ കെയിം ഇൻ ടു ഫോഴ്സ് ആയത് ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ 1949 ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, വർക്ക്സ് മാനേജർ സെൻട്രൽ റെയിൽവേ വർക്ക്ഷോപ്പ് ജെൻസ്വി വേഴ്സസ് വിശ്വനാഥ്. ഈ കേസിൻ്റെ അകത്ത് പറയുന്നത് ഈ ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇനാക്ട്മെൻ്റ് ആണ്. എന്തിനു വേണ്ടി? സോഷ്യൽ റിഫോം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ലിബറലി ആണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ്, ആ ലാംഗ്വേജിന് പ്രത്യേകിച്ച് വയലൻസ് ഒന്നും വരുത്താതെ തന്നെ അവിടുത്തെ ആ ലെജിസ്ലേറ്റീവ് പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇങ്ങനെ കുറേ ഇൻ്റർപ്രറ്റേഷൻ്റെ അകത്ത് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു, വെൽഫെയർ ലെജിസ്ലേഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഇതാണ് ഈ കേസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ലാംഗ്വേജിന് വയലൻസ് ഒന്നും വരുത്താതെ തന്നെ ലെജിസ്ലേറ്റീവ് പിന്നെ ആ ഒരു ഇത് അച്ചീവ് ചെയ്യുക, പർപ്പസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഈ ഫാക്ടറീസ് ആക്ടിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലോങ് അവറിൽ ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ സ്ട്രെയിൻ ആയിട്ടുള്ള ജോലി, ബോഡിലി സ്ട്രെയിൻ വരുന്ന ജോലികൾ, മാനുവൽ ലേബറൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഹ്യൂമൻ ബീങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്ട് എംപ്ലോയീസിന് അല്ലെ വർക്കേഴ്സിന് പിന്നെ ഷുഡ് വർക്ക് ഇൻ ഹെൽത്തി, വർക്കേഴ്സ് എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള സാനിറ്ററി കണ്ടീഷനിൽ വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിലൊക്കെ ജോലി ചെയ്യുന്നവർ ഹെൽത്തി ആൻഡ് സാനിറ്ററി കണ്ടീഷനിൽ വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ റിസ്ക് ആയിട്ടുള്ളിടത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇത് ചെയ്യുമ്പോൾ അവിടെ പ്രിക്വേഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഫാക്ടറീസ് ആക്ടിൻ്റെ അകത്ത് എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന്. വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ, വർക്ക്മെനിൻ്റെ ഹെൽത്ത്, അവരുടെ സാനിറ്ററി കണ്ടീഷൻ, അവരുടെ വെൽഫെയർ, ഇതൊക്കെയാണ് ഫാക്ടറീസ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? 10 അതിലധികമോ എംപ്ലോയീസ് പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫാക്ടറീസിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ. അതല്ലാന്നുണ്ടെങ്കിൽ 20 അതിലധികമോ വ്യക്തികൾ പവർ ഉപയോഗിക്കാണ്ട് വർക്ക് ചെയ്യുന്നിടം. ഇവിടെ രണ്ടുമാണ് ഫാക്ടറീസ് ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റും പ്രൈവറ്റ് ഫാക്ടറീസിലും ഈ ഫാക്ടറീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഫാക്ടറി നോക്കാം. സെക്ഷൻ 2 ക്ലോസ് M ഓഫ് ദി ഫാക്ടറീസ് ആക്ടിൻ്റെ അകത്താണ് ഈ ഫാക്ടറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എ പ്രിമിസസ് ഇൻക്ലൂഡിങ് പെർസിൻസ് ദെയർ ഓഫ് ബിക്കംസ് എ ഫാക്ടറി. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർസിൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഇതുകളും ഫാക്ടറിക്കകത്ത് വരുന്നു. എന്തൊക്കെയാണ്? ആ പ്രിമിസിസിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് പവർ, എയ്ഡ് ഓഫ് പവർ വേണം. അവിടെ എത്ര? 10 or more വർക്കേഴ്സ് എയ്ഡ് ഓഫ് പവർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ 20 അതിലധികമോ വർക്കേഴ്സ് വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഈ 3 കണ്ടീഷൻ. അതുപോലെ തന്നെ ഈ 3 കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നു? ഫാക്ടറി ആകുന്നു. ഇനി ഈ പറയുന്നതൊന്നും ഫാക്ടറി അല്ല. ഏതൊക്കെ? മൈന്, റെയിൽവേ ഷെഡ്, മൊബൈൽ യൂണിറ്റ് ബിലോങ്ങിങ് ടു ആംഡ് ഫോഴ്സസ് ഓഫ് ദ യൂണിയൻ്റെ ആംഡ് ഫോഴ്സസിൻ്റെ ഇതിൽ വരുന്ന മൊബൈൽ യൂണിറ്റ്സ് ഒന്നും വരുന്നില്ല. ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, പ്ലേസ് ഓഫ് ഈറ്റിംഗ് എന്തല്ല? ഫാക്ടറി അല്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറൊക്കെ ഇൻസ്റ്റോൾ ചെയ്തിട്ട്
അത് വെച്ചിട്ട് അതുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രിമിസസ് ഫാക്ടറി ആവുന്നില്ല. ബട്ട് നോ മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് ക്യാരിഡ്. ആ ഒരു പ്രിമിസസിൻ്റെ എന്താണ് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ക്യാരി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റോ കമ്പ്യൂട്ടർ യൂണിറ്റോ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതും ഫാക്ടറി ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഇനി മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു ഒരു പെർസൻസോ പ്രിമിസസോ ഫാക്ടറി ആയിട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 ക്ലോസ് കെയിലാണ്. ഈ ആക്ടിലെ സെക്ഷൻ 2 ക്ലോസ് കെയിൽക്കകത്താണ് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റി പറയുന്നത്. ഇനി എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ്? മേക്കിംഗ്, ഓൾട്ടറിങ്, റിപ്പയറിങ്, ഓർണമെൻറ്റിങ്, ഫിനിഷിംഗ്, പാക്കിംഗ്, ഓയിലിംഗ്, വാഷിംഗ്, ക്ലീനിങ്, ബ്രേക്കിംഗ് അപ്പ്, ഡീമോളിഷിംഗ്, അങ്ങനെ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഓർ അതർവൈസ് ട്രീറ്റിംഗ് ഓർ അഡാപ്റ്റിംഗ് എനി ആർട്ടിക്കിൾ സബ്സ്റ്റൻസ് വിത്ത് എ വ്യൂ ടു. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിളിൻ്റെ ട്രീറ്റിങ്ങോ അഡാപ്റ്റിങ്ങോ ഒക്കെ നടത്തുന്നു. എന്തിനു വേണ്ടി? അതിൻ്റെ യൂസിന് വേണ്ടി, സെയിലിന് വേണ്ടി, ട്രാൻസ്പോർട്ടിന് വേണ്ടി, ഡെലിവറിക്കോ ഡിസ്പോസലിനോ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ മാനുഫാക്ചറിങ് പ്രോസസ്സായിട്ട് കണക്കാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ പമ്പിങ് ഓയിൽ, വാട്ടർ, സീവേജ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് ഇതുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ അതും മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. പവർ ജനറേറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതും മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. പിന്നെ കമ്പോസിങ് ടൈപ്സ് ഓഫ് പ്രിൻറ്റിങ്, പിന്നെ പ്രിൻറ്റിങ് ബൈ ലെറ്റർ പ്രസ്, ലിത്തോഗ്രഫി, ഫോട്ടോഗ്രേവിയർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ബുക്ക് ബൈൻഡിങ് അതൊക്കെ എന്തായിട്ട് വരുന്നു? ഈ ബുക്ക് ബൈൻഡിങ് അല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് വരുന്നു. അതുപോലെ തന്നെ ഈ ഷിപ്പ് അല്ലെങ്കിൽ വെസൽസിൻ്റെയൊക്കെ കൺസ്ട്രക്റ്റിംഗ്, റീകൺസ്ട്രക്റ്റിംഗ്, റിപ്പയറിങ്, റീഫിറ്റിംഗ്, ഫിനിഷിംഗ്, ബ്രേക്കിംഗ് അപ്പ് ഇതെല്ലാം എന്തിൽ വരുന്നു? മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്നു. പിന്നെ ആർട്ടിക്കിൾസ് കോൾഡ് സ്റ്റോറേജിൽ പ്രിസർവ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും അതും മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുകയാണ് ഒരു പ്രിമിസസിലോ പെർസിൻസിലോ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതൊരു എന്തായിട്ട് പറയാൻ പറ്റൂ? ഫാക്ടറി എന്നൊരു നിലയ്ക്ക് പറയാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, ചിന്താമൻ റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശിൻ്റെ അകത്ത് സുപ്രീം കോടതി പറഞ്ഞത് ബീഡി മേക്ക് ചെയ്യുന്നത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. സെക്ഷൻ 2 ക്ലോസ് കെ ഓഫ് ദ ഫാക്ടറീസ് ആക്ടിൻ്റെ മീനിങ്ങിൽ വരികയും ചെയ്യും. ആൻഡ് ദ പ്രിമിസസ് ഇൻ വിച്ച് ബീഡി മാനുഫാക്ചറിങ് ഈസ് ക്യാരിയഡ് ഓൺ ഈസ് എ ഫാക്ടറി. അതുപോലെ തന്നെ ഈ ബീഡിയുടെ മാനുഫാക്ചറിങ് നടക്കുന്ന പ്രിമിസസിനെ നമുക്കൊരു ഫാക്ടറി ആയിട്ട് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ മറ്റൊരു കേസാണ് ജെമിനി സ്റ്റുഡിയോ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് കോടതി പറഞ്ഞത് എന്താണ്? മോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സിനിമോട്ടോഗ്രാഫി ഫിലിംസ് ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഈസ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. സിനിമോട്ടോഗ്രാഫി ഫിലിംസിനെ ട്രാൻസ്ഫോം ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. സ്റ്റുഡിയോ ഇൻ വിച്ച് ദ മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് ക്യാരിയഡ് ഓൺ ഈസ് എ ഫാക്ടറി. അതുപോലെ തന്നെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്ന സ്റ്റുഡിയോയെ നമുക്ക് ഫാക്ടറി ആയിട്ട് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ മറ്റൊരു കേസാണ് ന്യൂ താജ്മഹൽ കഫേ ലിമിറ്റഡ് വേഴ്സസ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫുഡ് സ്റ്റഫും അതുപോലെ തന്നെ കിച്ചൻ്റെ അകത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഈ ആർട്ടിക്കിളിൻ്റെ അഡാപ്റ്റിങ്ങിന് വേണ്ടിയും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി റെഫ്രിജറേറ്ററൊക്കെ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും? മാനുഫാക്ചറിങ് പ്രോസസ്സായിട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഫാക്ടറി ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, ഹോട്ടലോ റെസ്റ്റോറൻറ്റോ നേരത്തെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടറീസ് ആക്ടിലെ 1987 അമെൻമെൻറ്റിൽ എക്സ്ക്ലൂഡ് ചെയ്തു. ഈറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഈറ്റിങ്ങോ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഈ ഫാക്ടറിയുടെ മീനിങ്ങിൻ്റെ അകത്ത് വരത്തില്ല എന്നാണ് 1987 അമെൻമെൻറ്റിന് ശേഷം പറയുന്നത്. അപ്പോൾ ഈ കേസുകളെന്ന് പറയുന്നത് മിക്കവാറും എക്സാമിനൊക്കെ പ്രോബ്ലത്തിൻ്റെ അകത്ത് ചോദിക്കുന്നതാണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വേഴ്സസ് ട്രിപ്ലെക്സ് ഡ്രൈ ക്ലീനേഴ്സ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ ക്ലോത്തുകൾ ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി ഷോപ്പിൽ കൊണ്ടുവരുമ്പോൾ അത് ഡ്രൈ ക്ലീൻ ചെയ്ത് തിരിച്ചു കൊടുക്കുന്നു. അപ്പോഴെന്ന് പറയുന്നത് അവിടെ എലമെൻറ്റ് ഓഫ് വാഷിങ്ങും ക്ലീനിങ്ങും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ക്ലോത്തുകൾ അതിൻ്റെ സെയിലിന് വേണ്ടിയോ യൂസിന് വേണ്ടിയോ ട്രാൻസ്പോർട്ടിന് വേണ്ടിയോ അല്ല ആ ഒരു പ്രോസസ്സ് അവിടെ ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നിടത്ത് ചെയ്യുന്നത് അല്ലേ. ഇത് ഡ്രൈ ക്ലീൻ ചെയ്യുന്നു,
തിരിച്ചു കൊടുക്കുന്നു. അവിടെ എന്ന് പറയുന്നത് എന്താണ്, അതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ മീനിങ്ങിൻ്റെ അകത്ത് വരത്തില്ല. അപ്പോൾ ഡ്രൈ ക്ലീനിങ് ഷോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഫാക്ടറീസ് അല്ല. ഈ ഫാക്ടറീസ് ആക്ടിൻ്റെ ആ ഒരു മീനിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ല അവിടെ നടക്കുന്നതും. അടുത്തൊരു കേസാണ് ഡോക്ടർ PSS സുന്ദർ റാവു വേഴ്സസ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് വെല്ലൂര്. ഇതൊക്കെ ഈ കേസുകളൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കും. അവിടെ ഇതും ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ പ്രോബ്ലത്തിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ വെല്ലൂർ ഹോസ്പിറ്റലിൻ്റെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടൊരു ലോണ്ട്രി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ഫാക്ടറി ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഹൈജീന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല ഹൈജീന് ഇത് ക്ലീനാക്കി നല്ല വൃത്തിയാക്കി വെക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിനോട് ചേർന്ന് ഒരു ലോണ്ട്രി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോണ്ട്രി എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ ഒരു മൈനർ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലോണ്ട്രി ഈ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചു എന്നും പറഞ്ഞിട്ട് അത് ഒരിക്കലും ഒരു ഫാക്ടറി ആകുന്നില്ല എന്നതാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കേസുകൾ. പിന്നെ 2-3 കേസ് കൂടെ അതിവിടെ പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ അഡൽട്ട്, അഡോളസെൻ്റ് ആൻഡ് ചൈൽഡ്, അതിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അഡൽട്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അഡൽട്ട് മീൻസ് എ പേഴ്സൺ ഹൂ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് 18th year ഓഫ് ഏജ്. 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയാണ്, 18 വയസ്സായ ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡൽട്ട് എന്ന് വിളിക്കുന്നത്. ഇനി അഡോളസെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റഡ് ഹിസ് 15th year ഓഫ് ഏജ് ബട്ട് നോട്ട് കംപ്ലീറ്റഡ് 18th. 18 വയസ്സായിട്ടില്ല, പക്ഷേ 15 വയസ്സ് കഴിഞ്ഞു. ഇനി ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ബിലോ 14 years. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്, 14 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് ഫാക്ടറിയിലോ ജോലി ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഫാക്ടറീസ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ ഡെഫിനിഷനും ഫാക്ടറി എന്താണെന്ന് നോക്കി. മറ്റൊരു ടോപ്പിക്ക് നമ്മൾ നോക്കിയത് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണെന്ന് നോക്കി. പിന്നെ അഡൾട്ട്, അഡോളസെൻ്റ് ആൻഡ് ചൈൽഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.